മേലെ പോയി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പടം നല്ല അടിപൊളിയായിട്ട് നല്ല വേറെ ലെവലിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകതരം സൈക്കോളജിക്കൽ ത്രില്ലർ ആയിട്ടുള്ള ഒരു പടം. ജസ്റ്റ് ഹെവി ഹെവി ഒന്നും പറയാനില്ല, ഹെവി പടം. സൂപ്പർ പടമാണ്, സൂപ്പർ പടം എന്ന് വെച്ചാൽ പടം ആദ്യം തൊട്ട് ഭയങ്കരമായിട്ട് നമ്മളെ എൻഗേജ് ചെയ്യും. നമ്മൾ കാണാത്ത ഇതുവരെ ഈ സൈക്കോളജി ത്രില്ലർ രാക്ഷസിന് ശേഷം കുറെ ത്രില്ലേഴ്സ് വന്നിട്ടുണ്ടല്ലോ, ആ ഒരു ലെവൽ അല്ലാതെ വേറൊരു രീതിയിൽ പടം തുടങ്ങി അത് നല്ല രീതിയിൽ അവസാനിപ്പിച്ച് അവിടെ ഒരു ട്വിസ്റ്റ് വെച്ച് ഒന്നും പറയാനില്ല. നൈസ് പടം, ഒന്നുമില്ല, ലാഗ് ഇല്ല, മെസ്സേജ് നൈസ് പടമാണ്, നൈസ് പടമാണ്. എന്തോ പക്ക ഇൻവെസ്റ്റിഗേഷൻ, പക്ക സൈക്കോളജിക്കൽ, പക്ക ത്രില്ലർ, നൈസ് പടം. വിശാലായാലും പിന്നെ ശെൽവിരാമൻ സാറായാലും കൊള്ളാം, നല്ലോണം സ്റ്റോറി ലൈൻ കൊള്ളാം. ഒരു വെറൈറ്റി ത്രില്ലറാണ്. കാരണം എല്ലാ മൂവീസിനും ഇപ്പൊ ത്രില്ലർ വന്ന പോലെ അല്ല ഇതിപ്പോ. ഇതൊരു ഡിഫറെന്റ് ജോണറായിട്ടാണ് ഇവർ കൊണ്ടുവരിക. കൊള്ളാം, മൊത്തത്തിൽ വാച്ചബിളാണ്. പിന്നെ ശെൽവിരാമൻ സാറായാലും നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട്, കൊള്ളാം. സൗണ്ടിങ്ങും എല്ലാം സൂപ്പറാണ്. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയാലും അടിപൊളിയാണ്. പിന്നെ ജിബ്രാൻ സാറിന്റെ മ്യൂസിക് ആയാലും കൊള്ളാം, എല്ലാം നല്ല ത്രില്ലർ ആയിരുന്നു. മീൻസ് സൈക്കോ, നമ്മൾ സൈക്കോ പടങ്ങളൊക്കെ കാണുമ്പോൾ എന്തായാലും ഇപ്പൊ തമിഴത്ത് കുറെ നാളായിട്ട് പറയുന്നുണ്ടല്ല, ഈ ടുവേർഡ്സ് എൻഡിലെ ക്ലൈമാക്സിൽ സൈക്കോനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്കൊരു ഫ്ലാഷ് ബാക്ക് കൊടുത്ത് അയാളുടെ ഇത് ചെയ്യുക. പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനെ സാധനം പറയുകയാണെങ്കിൽ കൂടി അതിന്റെ റൂട്ട് നല്ലതാണ്, അല്ലെങ്കിൽ കൺവേ ചെയ്യുന്ന മെസ്സേജ് നല്ലതാണ്. പക്ഷെ ആ മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി എടുത്ത റൂട്ട് ശരിയാണോ തെറ്റാണോ എന്ന് പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. ആ രീതിയിലാണ് സിനിമയുടെ ക്ലൈമാക്സ് പോകുന്നത്. ഓവറോൾ നല്ല പെർഫോമൻസ് കാര്യങ്ങളാണ്. മ്യൂസിക് അതൊക്കെ നല്ല രീതിയിൽ അതിനെ കോമ്പാക്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കട്ട്സും സിനിമാറ്റോഗ്രഫി നല്ല രസമുണ്ട്. കാരണം പല ഷോട്ടുകളും നമുക്കധികം വലിയ നല്ല രസമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ഷോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. സീരിയൽ കില്ലിംഗ് എന്ന് പറയുമ്പോൾ സീരിയൽ കില്ലിങ്ങിൽ തന്നെ പല വെറൈറ്റീസ് ഇപ്പോൾ ജോണേഴ്സ് സിനിമകൾ ട്രൈ ചെയ്യുന്ന ഒരു സമയമാണല്ലോ. കാരണം ഇപ്പോൾ ചിലപ്പോൾ ഒരു സൈക്കോ ആയിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു കോസിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു റിവെഞ്ചിന് വേണ്ടി സീരിയൽ കില്ലർ പാറ്റേൺ എടുക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെ പല ജോണർ എടുക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ സീരിയൽ കില്ലിങ്ങിൽ നല്ലൊരു രസമുള്ള ഒരു സിനിമയാണിത്. രാക്ഷസിന് ശേഷം